ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാ വബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅസുൽ അംറിൽ ഇസ്ലാം വഅമൂദുഹു സ്വലാഹ്. റഅസുൽ അംറിൽ ഇസ്ലാം, ദുനിയാവിലെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിഷയം, അവൻ്റെ വിഷയം ഇസ്ലാമായിരിക്കും. ഇസ്ലാം തന്നെയാണ്, അതിനേക്കാളും വലുതായിട്ട് മറ്റൊന്നില്ല. ആ ഇസ്ലാം അമൂദുഹു സ്വലാഹ്, ആ ഇസ്ലാം പണിതിട്ടുള്ളത്, അതിൻ്റെ തൂണ് പണ്ഡിതന്മാർ പറഞ്ഞു മാ യഖൂമു അലൈ. തൂണെന്ന് പറഞ്ഞാൽ അതിലാണല്ലോ അത് നിൽക്കുക. മാ യഖൂമു അല, ഇസ്ലാം നിലനിൽക്കുന്നത് നമസ്കാരത്തിലെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഈ നമസ്കാരത്തെക്കുറിച്ച് അല്ലാഹ് പറയുന്നു, അഖിമിസ്സലാ ഇന്ന സ്വലാത്ത് വഅഖിമിസ്സലാ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കരിക്ക്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം എന്ത് ചെയ്യും? എല്ലാ മുൻകറാത്തുകളിൽ നിന്നും, എല്ലാ മ്ലേച്ഛമായ വിഷയങ്ങളിൽ നിന്നും എന്തു ചെയ്യും? നമസ്കാരം നിന്നെ കാത്തു സൂക്ഷിച്ചോളും. സുബ്ഹാനല്ലാഹ്. ഏത് പാപിക്കും നമസ്കരിക്കാം. നമസ്കാരം അവനെ വൃത്തിയാക്കി ശുദ്ധിയാക്കി എടുക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. നമസ്കാരം അത്ര ശക്തിയുള്ള ഒരു വസ്തുവാണ്. നമസ്കരിക്കുന്നവൻ റബ്ബിൻ്റെ മുമ്പെയാണ് നിൽക്കുന്നത്. റബ്ബിൻ്റെ മുമ്പേ നിൽക്കുന്നവൻ ജീവിതകാലം മുഴുവനും പാപിയായിരിക്കില്ല. മാത്രമല്ല, നമസ്കാരത്തിൻ്റെ ബാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവ്വലു മാ യുഹാസബുൽ അബ്ദി യൗമൽ ഖിയാമത്തി സ്വലാത്തുഹു. ഖിയാമത്ത് നാളിലെ ആദ്യത്തെ വിചാരണ നമസ്കാരമായിരിക്കും. ഫൈൻ സലുഹത്ത്, അത് വിജയിച്ചു പോയെങ്കിൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ വിജയിച്ചു, അവൻ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വൈൻ ഫസദത്ത്, അത് ആ നമസ്കാരത്തിൻ്റെ ബാബിൽ അവനിക്ക് ഇല്ലാതായി പോയെങ്കിൽ ഫഖദ് ഖാബ വ ഖസറ, അവൻ നഷ്ടത്തിലായവനും ചതിക്കപ്പെട്ടവനുമായി പോവുമെന്നാണ്. അപ്പം നമസ്കാരത്തിൻ്റെ ബാബിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഒരുപാട് ഹദീദുകളിൽ നമസ്കരിക്കാത്തവൻ്റെ സക്കാത്ത്, നമസ്കരിക്കാത്തവൻ്റെ ഹജ്ജ്, നമസ്കരിക്കാത്തവൻ്റെ നോമ്പ്, അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഫഖദ് അഫ്ലഹ വ അൻജഹ, നമസ്കാരത്തിൻ്റെ ബാബിൽ വിജയിച്ചവൻ വിജയിച്ചു, നമസ്കാരത്തിൻ്റെ ബാബിൽ തോറ്റവൻ തോറ്റു. വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അലൈഹാ കാനത്ത് സ്വലാ, ആരാണോ നമസ്കാരത്തെ സൂക്ഷിച്ചവൻ, അവൻ്റെ നമസ്കാരം ലഹു നൂറൻ വ ബുർഹാനൻ വ നജാത യൗമൽ ഖിയാമ. 3 കാര്യങ്ങൾ ഖിയാമത്തിൽ അവനിക്ക് സംഭവിക്കും. ഒന്ന്, ആ നമസ്കാരം തന്നെ അള്ളാഹുവിൻ്റെ മുമ്പേ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഒരു പ്രകാശമായിട്ട് നിൽക്കും. രണ്ടാമത്തേത് ബുർഹാനൻ എന്ന് പറഞ്ഞ തെളിവ് ദലീലൻ അലാ മുഹാഫളത്തിഹി, നമസ്കാരത്തെ കൃത്യമായിട്ട് നിസ്കരിച്ചവനെന്ന് നമസ്കാരം തന്നെ സാക്ഷ്യം പറയുകയും, വലാ മുഹാഫളത്തി സായിരി തആത്ത്, നമസ്കാരം മാത്രമല്ല എല്ലാ വൃത്തികേടുകളും യവൻ ഉപേക്ഷിച്ചിരുന്നു, എല്ലാ മറ്റു ഫർളായ കാര്യങ്ങളും യവൻ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമസ്കാരമെന്ന് ഈ ഹദീദിൻ്റെ വ്യാഖ്യാനം. മൊത്തത്തിൽ നോക്കുമ്പോൾ നമസ്കാരം അതായത് ഒരു ബ്രിഡ്ജ് പോലാണ്. നമസ്കരിക്കാത്തവൻ്റെ സക്കാത്ത് എവിടെയെങ്കിലും എത്തിപ്പെടുവോ, നമസ്കരിക്കാത്തവൻ്റെ ഹജ്ജ് എവിടെയെങ്കിലും എത്തിപ്പെടുവോ, നമസ്കരിക്കാത്തവൻ്റെ നോമ്പ് എവിടെയെങ്കിലും എത്തിപ്പെടുവോ എന്നുള്ളത് ഈ ഹദീദ് വായിച്ചു നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ തോറ്റുപോയവൻ തോറ്റവനാണ് എന്നുള്ളതാണ്. ആ നമസ്കാരത്തെ ഇമാം ഖസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലൈസ ലിൽ അബ്ദി മിൻ സലാത്തിഹി ഇല്ലാ മാ അഖല മിൻഹാ. ഈ നമസ്കാരം എന്നുള്ളത്, ആ നമസ്കാരത്തെ എങ്ങനെ മനസ്സിലാക്കി, നീ എങ്ങനെ ഉൾക്കൊണ്ടു, അതനുസരിച്ചാണ് നിനക്ക് കൂലി. ഈ വാക്കിനെ എല്ലാ പണ്ഡിതന്മാരും സഹീഹും ഫിൽ മഅന എന്ന് പറഞ്ഞ വാചകമാണിത്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞതാണ്. അപ്പം നമസ്കാരത്തെ നാം ഉൾക്കൊള്ളേണ്ടതാണ്. നമസ്കരിക്കുന്ന രീതി, കാരണം 5 വഖ്ത് നമസ്കരിക്കുന്നവൻ സ്വർഗത്തിൻ്റെ അഹലുകാരനായിട്ട് ഭൂമിയിൽ ജീവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മൻ ഹാഫദ അല സലവാത്തുൽ ഖംസ്, 5 വഖ്ത് നമസ്കാരം കാത്തു സൂക്ഷിച്ചവൻ, റുകൂഹിന്ന വസുജൂദിഹിന്ന വമാവാഖീതിഹിന്ന, അതിൻ്റെ റുക്കുകളും അതിൻ്റെ സുജൂദുകളും അതിൻ്റെ വഖ്തുകളും, വഅലിമ അന്നഹുന്ന ഹഖ്ഖും മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹക്കാണെന്നും മനസ്സിലാക്കി ജീവിച്ചവൻ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ എന്തു വേണം? നമസ്കാരത്തിൻ്റെ അതിൻ്റെ റുക്കൂകളെ, അതിൻ്റെ സുജൂദുകളെ, അതിൻ്റെ വഖ്തിനെ, വഅലിമ അന്നഹുന്ന ഹഖ്ഖും മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഹക്കാണെന്ന് മനസ്സിലാക്കി നമസ്കരിച്ചവൻ. കാരണം നമസ്കാരം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അലിമ അന്നഹുന്ന ഹഖ്ഖും മിൻ ഇൻദില്ലാ ഉജൂബും മുവസ്സ. ഒരു നമസ്കരിക്കുന്ന ഒരുത്തൻ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഉജൂബുൻ വാജിബാണ്, പക്ഷെ അതിൻ്റെ സമയം വിശാലമാണ്. ളുഹർ സമയം, ളുഹർ വാങ്ക് വിളിക്കുമ്പോൾ നമസ്കരിക്കലാണ് അഫ്ളലി. അതിന് സാധിക്കാത്തവനോ അസ്ർ വരെ സമയമുണ്ട്. അത് മനസ്സിലാക്കിയവൻ മാത്രമാണ് ആ സമയത്ത് നമസ്കരിക്കുക. അതുകൊണ്ടാണ് ഈ ഹദീദിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, നമസ്കാരത്തെ കാത്തു സൂക്ഷിക്കുന്നതിൽ 2, 1 ആ നമസ്കാരത്തിൻ്റെ ഫർളുകൾ അതെങ്ങനെ ചെയ്യണമെന്ന്, രണ്ടാമത്തേത് പ്രത്യേകിച്ചും അതിൻ്റെ വഖ്തിൻ്റെ അകത്ത് ചെയ്യുക എന്നുള്ളത്. ഇത് രണ്ടും സൂക്ഷിച്ചവൻ ദഖലൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു ഹദീദിൽ വജബത്ത് അലൈഹിൽ ജന്ന, സ്വർഗം അവനിക്ക് ഫർളായി എന്ന് വേറൊരു ഹദീദിൽ ഹർമ അലൈഹിന്നാർ. അപ്പോൾ ആ നമസ്കാരത്തെ സഹോദരങ്ങളെ പലപ്പോഴും പെരുന്നാൾ നമസ്കാരങ്ങളിലും മറ്റുമൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാതെ നമസ്കാരം ഇല്ലാതായി പോകുന്ന പല അവസ്ഥകളും നമ്മളിൽ സംഭവിക്കാറുണ്ട്. അവയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ചില ക്ലാസ്സുകൾ ഇതിൽ കൂടി ഇടുന്നതായിരിക്കും. അതിന് അസ്റാറുസ്സലാ, നമസ്കാരത്തിൻ്റെ ചില രഹസ്യങ്ങളെന്ന് ഇട്ടുകൊണ്ട് തന്നെ ഇതിലിടുന്നതായിരിക്കും. വേണമെന്നുള്ളവർ അതല്ലാത്ത വിഷയങ്ങളും ഇടുമെങ്കിലും അസ്റാറുസ്സലാ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമെങ്കിൽ, ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, നമസ്കരിക്കാത്തവൻ്റെ നോമ്പ്, നമസ്കരിക്കാത്തവൻ്റെ ഹജ്ജ്, നമസ്കരിക്കാത്തവൻ്റെ സക്കാത്ത്, ഇവയെല്ലാം ഈ ഹദീദ് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അവൻ തോറ്റുപോയെങ്കിൽ ഫഖദ് ഖാബ ഖസറ. അതുകൊണ്ട് നമസ്കാരത്തെ കൃത്യമായി നമസ്കരിച്ചവൻ അവൻ്റെ എല്ലാ ബാബും കൃത്യമായിരിക്കുമെന്ന് നമസ്കാരം തന്നെ സാക്ഷി പറയും. അതുകൊണ്ട് നമസ്കാരത്തെക്കുറിച്ചുള്ള ചില ക്ലാസ്സുകൾ നമ്പറിട്ടുകൊണ്ട് തന്നെ ഇതിലിടും. വേണമെന്നുള്ളവർ നോക്കുക. അള്ളാഹു തൗഫീഖിനെ തരുമാറാകട്ടെ. എൻ്റെ വാക്കുകൾ കേൾക്കുകയും അമൽ ചെയ്യുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു റഹ്മത്തും ബർക്കത്തും ആഫിയത്തും ഹിദായത്തും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.